കില്ലാടികളെ നമ്മുടെ MRC ഗ്യാങ് MRC തൊപ്പി ഞാൻ ഇന്നലെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നില്ല. ഇന്നലെ വീഡിയോ ഇട്ട സമയത്ത് എന്താ വെച്ചാൽ കുറേ പേര് എനിക്ക് റെസ്പോണ്ട് ചെയ്തിട്ടാ. എന്താ വെച്ച് കഴിഞ്ഞാൽ എടാ നീ പറയുന്നത് ശരിയാണോ എന്ന ചോദ്യം ചോദിച്ചു. ഞാൻ പറഞ്ഞില്ല മുമ്പും തൊപ്പിയുടെ സ്ട്രീമിംഗ് കാര്യങ്ങൾ കാണുന്നവർക്ക് മനസ്സിലാൻ പറ്റും. സ്ക്രിപ്റ്റഡ് ആണ് ഇല്ലട, പക്കാ സ്ക്രിപ്റ്റഡ്. ഈ ഗസ്റ്റ് വരുന്നവർക്ക് ഓക്കെ ഇല്ലട, ബാക്കി ഇവരുടെ അവിടെ പ്രശ്നം നടക്കുന്നതും അതെല്ലാം സ്ക്രിപ്റ്റഡ് ആണ് ഇല്ലട, ഏറെക്കുറെ സ്ക്രിപ്റ്റഡ് ആണ്. നിങ്ങൾക്ക് മനസ്സിലാവും നോക്കിയാൽ. അപ്പൊ എന്താ സംഭവിച്ചു കഴിഞ്ഞാൽ ഈ നമ്മുടെ ഈ നല്ല പ്രശ്നം നടന്നല്ലോ ഞാൻ വീഡിയോ ഇട്ടത്. അത് എന്തുകൊണ്ടാണ് ചോദിച്ചെങ്കിലടാ, ഇത് ഇവര് ഷമീർ മുമ്പ് ഷമീർ മറ്റേ ജെറ്റിയുടെ ഡാൻസ് കളിച്ചു. അതിനെക്കുറിച്ച് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നില്ല. നിങ്ങളുടെ നമ്മുടെ പ്രൊഫൈൽ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാൻ പറ്റും. ജെറ്റിയുടെ ഡാൻസ് കളിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവർ സ്ട്രീമേഴ്സ് ഒക്കെ ഓക്കെ, സൗത്ത് ഇന്ത്യൻ നമ്പർ 1 സ്ട്രീമേഴ്സ് ഒക്കെ ഓക്കെ. ബട്ട് എന്താ വെച്ചാൽ ഇവരെന്നെ പറയുന്നത് തൊപ്പി ഇപ്പൊ തെറി നിർത്താൻ കാരണം എന്താണ്? ഫാമിലി ഓഡിയൻസ് കാണുന്നുണ്ട്. ഫാമിലി ഓഡിയൻസ് കാണുന്നുണ്ടെന്ന് വെച്ചാൽ പിള്ളേർ കാണുന്നുണ്ട്, അമ്മമാർ കാണുന്നുണ്ട്. സോ അത് കാരണം തെറിയൊന്നും പറയേണ്ടതായിട്ട് പറഞ്ഞു. അതുപോലെ തന്നെയാണല്ലോ അപ്പൊ ഈ ജെറ്റിയുടെ ഡാൻസ് കളിച്ചപ്പോൾ ഈ ഫാമിലി ഓഡിയൻസ് കാണുന്നതല്ലേ, അത് അവർക്ക് ചിന്തിച്ചാൽ മനസ്സിലാവുന്ന കാര്യമേ ഉള്ളൂ. പിള്ളേരുടെ എന്താ വെച്ചാൽ തൊപ്പി ഇത്ര മെച്ചോർഡാണ്, ഭയങ്കര ആ ഒരു പഴയ ക്യാരക്ടർ എന്നൊക്കെ മാറി എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ അത് ചിന്തിച്ചാൽ മനസ്സിലാവുന്നല്ലേ ഉള്ളൂ. എന്തെന്ന് ചിന്തിച്ചില്ല, അതാണ് എന്റെ ചോദ്യം. അപ്പൊ അതെന്തായിക്കോട്ടെ ഇല്ലടല്ലേ, നമുക്കിനി നെക്സ്റ്റ് നോക്കാം. സംഭവിച്ചു കഴിഞ്ഞാൽ ആ ജെറ്റിയുടെ ഡാൻസിന്റെ പ്രശ്നമാണ് ഈ ലൈവിൽ വന്ന സംഭവം. അപ്പൊ അതിൽ ഷമീർ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ വേറൊരു മച്ചാനുള്ളത് ഞാൻ ഇപ്പോഴും കാണുന്ന MRC ഗ്യാങ്ങില്. അപ്പൊ അവന് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ട് അവൻ പറയുന്നതിലോട് ഞാൻ യോജിക്കുന്നുണ്ട്. പക്ഷേ MRC ഷമീർ പറയുന്നതോട് യോജിക്കുന്നുണ്ടോന്നില്ല. അപ്പൊ നമുക്ക് പ്ലേ ചെയ്യാം. ഓക്കെ, ഇവരടക്കം ഇവിടെ മുതിർന്ന കല്യാണം കഴിഞ്ഞ ഒന്ന് പറയട്ടെ, ഞാൻ ഷഡ് ചെയ്ത് തൊഴിൽ ചെയ്തിട്ടുണ്ട്. ഒരു പെണ്ണിനെ പീഡിപ്പിക്കാൻ വേണ്ടി അനുവാദം കൊടുക്കാം, അവളെ പീഡിപ്പിച്ച ശേഷം കുറച്ചുകൂടി നമ്മൾ ഈ തെറി എന്നുള്ള സാധനം ദുരന്തം ഒഴിവാക്കും. ഫാമിലി ഓഡിയൻസ് കാണുന്നോണ്ടാണോ? ഫാമിലി ഓഡിയൻസ് കാണുന്നുണ്ടോ? ആ ഫാമിലി ഓഡിയൻസ് കാണുന്നോണ്ട് തെറി ഒഴിവാക്കുന്നു. എന്നിട്ട് ആ തെറി വിളിച്ചാൽ അതിന്റെ ലോജിക്കണ്ടോ? വേറെ കാര്യം ഞാൻ കാരണം പറയാം. കോമാളിത്തരം കാണിക്കാനോ അങ്ങനെ ഫെയിം ആണോ ഉണ്ടെങ്കിൽ പണ്ടേ കൊണ്ട് നിന്റെ പ്രശ്നം കൂടെയാണ്. ആയിരുന്നോ? എന്ത് കാണിച്ചാലും ഫെയിം കാണിച്ചിട്ടാണെങ്കിലും ഫെയിം ആഗ്രഹിച്ചിട്ടാണെങ്കിലും ഞാൻ എന്ത് കോമാളിത്തരത്തിൽ പണിന്റെ നിന്നേനെ. ഇന്നിപ്പോ നീ അല്ല ഞാൻ പറയട്ടെ, അത് അങ്ങനെ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു കാര്യം ചെയ്യണമെങ്കിൽ, അതായത് ഫാമിലി ഓഡിയൻസിന് കാണുന്നതെന്ന് നമുക്കൊക്കെ എല്ലാവരും അതിനാണ് തെളിവാക്കുന്നത്. ഞാൻ തെളിവെടുത്തിട്ട് കാണിക്കുന്നത് ഷഡ്യൂരിറ്റി അത് ഞാൻ ഗ്യാങ്ങിൽ നിന്ന് പോകണം, അല്ലെങ്കിൽ ഞാൻ ഇതിന്റെ ഉള്ളിൽ വേണ്ട, ഞാൻ ലൈവിലെ വേണ്ട തീരുമാനിച്ചാൽ പോലും ഞാനത് കാണിക്കില്ല. എന്റെ ഫാമിലിക്കോ എന്റെ ഡിഗ്നിറ്റിക്കോ ഇവൻ പറഞ്ഞു അന്ന് ഇവൻ ഡാൻസ് കളിച്ചപ്പോ എന്തുകൊണ്ട് ഞാൻ എതിർത്തില്ല. ഒന്നാമത്തെ കാര്യം, ഇവൻ ഡാൻസ് കളിക്കണോ വേണ്ടി ഇവന് തീരുമാനിക്കാറ്. ഗ്യാങ്ങിന്ന് പുറത്തു പോകേണ്ടി വന്നപ്പോൾ ഞാൻ കളിക്കുന്നത് ഞാൻ നിലപാട് അത് ഇവനും ചെയ്യായിരുന്നു. എന്തുകൊണ്ട് ഇവനെ കളിക്കാൻ റെഡിയായി? ഇവനറിയാം എന്തുവാണെന്ന്. ഞാൻ പറയട്ടെ, ഇവനറിയാതെ എന്തുവാണ് അവിടെ കൊടുക്കണം, ഇവനറിയാം. ഞാൻ പറയട്ടെ, എനിക്ക് അത് വേണമെങ്കിൽ ഒരു ഒന്നാമത്തെ കാര്യം അത് റെഡിയായി കഴിഞ്ഞാൽ പിന്നെ ഷമീർ കളിക്കുന്നത് എന്നാൽ ഞാൻ കാണാനില്ലാന്ന് നടക്കുവാങ്ങില്ല. ഞാനിതിന്റെ പാർട്ടായപ്പോ മനസ്സിലായോ? അപ്പൊ ഇത് പാടില്ല എന്റെ കാര്യം വേറെ ഒന്നുമില്ല. എന്റെ നിലപാട് വരുമ്പോൾ ഞാനത് കാണിക്കുന്നതാണ്. ഞാൻ കാര്യം പറയട്ടെ, ഞാനിത് ഇൻട്രസ്റ്റോട് കൂടി ഞാനിത് അനുസരിച്ച് ഷഡ് ചെയ്ത് നോക്കാൻ വേണ്ടി ഞാൻ പുള്ളിയല്ല ഇവിടെ ഒരു റൂളാക്കി റൂൾ ഇത് പറഞ്ഞിട്ട് വരുന്ന കുറച്ച് നാറുകളുണ്ടല്ലോ പല കുഞ്ഞു മക്കളെ നിങ്ങളിപ്പോ പോയി കൊച്ചിന്റെ ഉള്ളിൽ പോയിട്ട് ഒളിച്ച കുർബാന വിടാൻ പോയാൽ നീ എന്നിപ്പോ ഞാൻ കാര്യം ആ സമയത്ത് ഈ ഡയലോഗ് പറയണം. അന്നേരം ഈ ഡയലോഗ് ഇല്ല. കാരണം എന്താ പറയട്ടെ, ഇതെന്താ അറിയോ, ഒരു കൂട്ടത്തിൽ കൂടുമ്പോൾ ആ കൂട്ടത്തിൽ തെറ്റ് നടക്കുന്നുണ്ടെങ്കിൽ പോലും എല്ലാവരും അതിനെ യോജിക്കുന്നുണ്ടെങ്കിൽ അതിനെല്ലാവരും വായിക്കും. അതിനെ തെറ്റായിട്ട് ആരും കാണൂല. ഒരു കൂട്ടത്തിൽ നിന്ന് ഒരു തെറ്റ് നടക്കുമ്പോൾ ആരും അതിനെ കുറിച്ച് സപ്പോർട്ടീവ് ആ പരിപാടിയാണ് ഇവരും അടക്കം ചെയ്തത്. എല്ലാവരും ഒന്നും വായി ഓർക്കൂല, എല്ലാവരും ഒന്നും മിണ്ടൂല, എല്ലാവരും ഒന്നും ഇതാക്കൂല. ഇപ്പൊ സ്വന്തം കാര്യം വരുമ്പോൾ ഞാൻ എന്തിനാ ഞാൻ ഇത് അഞ്ചത്തെ ഇൻട്രസ്റ്റ് ഉണ്ടോ ചട്ടിയിട്ട് കൊള്ളാൻ പറ്റും. ഞാൻ അതുകൊണ്ട് ചെയ്യുന്നു. ഓഡിയൻസ് പറഞ്ഞു നിങ്ങൾ കോള് യാത്ര പറഞ്ഞാൽ ഒരു കല്യാണം കഴിക്കണമെന്ന് ഞാൻ പറഞ്ഞു. അതൊന്നും ആരും കണക്കിലെടുത്തില്ല. നിങ്ങൾ പറഞ്ഞു ഞാൻ ചെയ്തു. ആസ് എ സ്ട്രീമർ ഞാൻ എന്റെ കാര്യം ചെയ്തു. എന്റെ ഇത് പറഞ്ഞാൽ നിങ്ങൾ എന്റർടൈൻ ചെയ്യില്ല. ഇല്ല. അപ്പൊ ഞാൻ അതിൽ കുറച്ച് കട്ട് സീൻസ് ഒക്കെ വെച്ചത് എന്താ സംഭവിച്ചു അവരെന്നെ പറയുന്നുണ്ട്. പിന്നെ അബ്സാക്ക് എന്ന് പറഞ്ഞ പുള്ളിക്കാരൻ അവൻ പറഞ്ഞതിലോട് ഞാൻ യോജിക്കുന്നുണ്ട്. നിങ്ങളെ യോജിക്കുന്നുണ്ടോ എന്ന് അറിയില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫാമിലി ഓഡിയൻസ് കാണുന്നുണ്ട്, അതിനുള്ള തൊപ്പി തെറി പറഞ്ഞ സംഭവം നിർത്തിയത്. അപ്പൊ അതുപോലെ ഡാൻസ് കളിക്കാതിരുന്നാൽ പോരെ. അവൻ പറയുന്നുണ്ട് എന്ന് വെച്ചാൽ എന്റെ ഗ്യാങ്ങിന് പുറത്തായിക്കൂടി ഞാൻ അങ്ങനെ ചെയ്യില്ല. എന്ന് വെച്ചാൽ അത്രയും ഓഡിയൻസ് നമ്മൾ വെറുപ്പിക്കണോ, അത് ഈ ഗ്യാങ്ങിന് കുറച്ച് കാലത്തേക്ക് പുറത്തേക്ക് പോകണോ? ജസ്റ്റ് തിങ്ക് ഇല്ലടല്ല, അത്രേ ഉള്ളൂ. നമുക്ക് ഈ ഓഡിയൻസ് പറഞ്ഞ സംഭവമില്ല, നമുക്ക് ബിൽഡ് ചെയ്ത് വരാന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു പാടാണ് ഇല്ലടല്ല. ഇപ്പൊ ഈ 1 മില്യൺ സബ്സ്ക്രൈബേഴ്സ് അല്ലെങ്കിൽ നമുക്ക് ആ ഓഡിയൻസ് നമ്മൾ നമുക്ക് ഇഷ്ടപ്പെടുന്ന ആൾക്കാരെ ഉണ്ടാക്കാൻ പറഞ്ഞാൽ വല്ലാത്തൊരു ടാസ്ക് ആണ് ഇല്ലടല്ലേ. നമുക്ക് ഹേറ്റേഴ്സിന് ഉണ്ടാക്കാൻ വലിയ പണിയൊന്നുമില്ല, എന്തെങ്കിലും ചെയ്താൽ മതി. പക്ഷേ ഇഷ്ടപ്പെട്ടവരെ ഉണ്ടാക്കാൻ പറഞ്ഞാൽ വലിയ പണിയാണ്.
അപ്പൊ അത് കളയാണോ ചോദിക്കട്ടെ, അതാണ് ഇപ്പൊ സംഭവിച്ചത് അവിടെ ഉള്ള. എന്തായാലും ആയിക്കോട്ടെ, ഞാൻ പറഞ്ഞില്ല ഏറെക്കുറെ ഇവർ നടക്കുന്ന സ്ക്രിപ്റ്റ് ആണ്. ഞാനത് പറയുന്നുണ്ട്. എന്ത് സംഭവിച്ചാൽ അവിടെ പോയ പിള്ളേർ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞാൽ ബ്രോ അവർ പക്ക സ്ക്രിപ്റ്റഡ് ആണ് ബ്രോ, അവർ നമ്മുടെ ലൈവിലേക്ക് വരണമെന്ന് പറഞ്ഞു. ലൈവിൽ എന്തായാലും കൊണ്ടുവരില്ല അവർ ഒരു ദിവസം സംഭവം അങ്ങനെ ഇല്ലാതെ എന്ന് വെച്ചാൽ പക്ക ഏറെക്കുറെ സ്ക്രിപ്റ്റും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. എനിവേ എന്തായിക്കോട്ടെ, അവരവരുടെ രീതിക്ക് പോകുന്നുണ്ട്, അവരുടെ ഓഡിയൻസ് ഉണ്ടല്ലോ, അത് കാരണം ഞാൻ കുഴപ്പമില്ല, നമ്മളും കാണുന്നൊക്കെയാണ് ഇല്ലാതെ. പക്ഷേ എന്നാലും ആൾക്കാരെ പറ്റിക്കാന്ന് പറഞ്ഞത് വല്ലാത്തൊരു പരിപാടിയിലാണ് കുറച്ചോളം ചെയ്തത്. എന്നാലും നമുക്ക് നോക്കാനില്ല ഇതുവരെ പോകുന്നത്. ഇത് ഇന്നലത്തെ സംഭവം ലൈവാണ്, അതിൽ കട്ട്സീനൊക്കെ എടുത്തിട്ടാണ് പിള്ളേർ MRC അവരുടെ ഫാൻസ് കാര്യങ്ങളൊക്കെ. നിങ്ങൾ കാണുന്നവർ ഇപ്പോൾ തൊപ്പിയുടെ ലൈവ് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ വയ്ക്കിയാൽ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു വെച്ചാൽ നിങ്ങൾ കമന്റ് ചെയ്യരുത്. നമ്മുടെ വീഡിയോയിലും കമന്റ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മുടെ വീഡിയോസ് കാണുന്നവരിൽ തൊപ്പി ഫാൻസ് ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തോന്നുന്നത് നിങ്ങൾ കമന്റ് ചെയ്യുക, അതേ പറഞ്ഞുള്ളൂ. അപ്പോൾ